33-ാം വാർഷികത്തോടനുബന്ധിച്ച് 33 വജ്രമോതിരങ്ങളും ബമ്പർ സമ്മാനമായി ഒരു ഡയമണ്ട് നെക്ലേസും ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ സ്വന്തമാക്കും. തോട്ടത്തിൽ ഫാഷൻ ജുവലറി, കച്ചേരി താഴം, മൂവാറ്റുപുഴ. ഇനി ആഘോഷം തോട്ടത്തിൽ ഫാഷൻ ജുവലറിക്കൊപ്പം. ഈസ്റ്റ്മാരുടെ പ്രവർത്തനം ആരംഭിച്ച ജൂനിയർ ചേംബർ മൂവാറ്റുപുഴ റിവർ വാലിയുടെ ആസ്ഥാന മന്ദിരമായ JCI ഭവന്റെ ഉദ്ഘാടനം നടത്തി. മാത്യു കുഴൽനാടൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ജൂനിയർ ചേംബർ മൂവാറ്റുപുഴ റിവർ വാലിയുടെ ആസ്ഥാന മന്ദിരമായ JCI ഭവനത്തിന്റെ ഉദ്ഘാടനം നടത്തി. ഈസ്റ്റ് മാറാടി MC റോഡിന് സമീപത്തുള്ള കെട്ടിടത്തിന്റെ 3-ാം നിലയിൽ പ്രവർത്തനം ആരംഭിച്ച JCI ഭവന്റെ ഉദ്ഘാടനം മാത്യു കുഴൽനാടൻ MLA നിർവഹിച്ചു. JCIയുടെ കഴിഞ്ഞ കാലങ്ങളിലെ ലീഡർഷിപ്പും ഇപ്പോഴത്തെ ലീഡർഷിപ്പും എത്ര ക്രിയേറ്റീവ് ആൻഡ് എഫക്റ്റീവ് ആണ് എന്നുള്ളത് തന്നെയാണ്. ഏതൊരു പ്രസ്ഥാനത്തിൻ്റെയും വളർച്ച എന്ന് പറയുന്നത് അതിലെ അംഗങ്ങളുടെ ഐക്യവും അതുപോലെ തന്നെ ആ ഒരു പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുന്നവരുടെ ദീർഘവീക്ഷണവും കമ്മിറ്റ്മെൻറ്റും ഡെഡിക്കേഷനും ഒക്കെയാണ് ഏതൊരു പ്രസ്ഥാനത്തിൻ്റെയും വളർച്ചയുടെ ആധാരവും അല്ലെങ്കിൽ അടിസ്ഥാനവും എന്ന് പറയുന്നത്. ആ നിലയിൽ എനിക്ക് തോന്നുന്നു ഈ അടുത്ത പ്രദേശങ്ങളിൽ ഏറ്റവും വേഗത്തിൽ വളർച്ച നേടാൻ കഴിഞ്ഞ ഒരു ചാപ്റ്ററായിരിക്കും ഈ JCI ചാപ്റ്റർ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ആ കാര്യത്തിൽ നിങ്ങളെല്ലാവരും അഭിനന്ദനം അർഹിക്കുന്നു. ഒടുവിലിപ്പോൾ ഇത്രയും മികച്ച ഒരു സ്വന്തം ബിൽഡിങ്ങിലേക്ക് JCIക്ക് മാറാൻ കഴിഞ്ഞതും അതാണ് സൂചിപ്പിക്കുന്നത്. JCI ഭവനിലെ ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം മാറാടി പഞ്ചായത്ത് പ്രസിഡന്റ് OP ബേബിയും ഓഫീസ് ഉദ്ഘാടനം JCI സോൺ പ്രസിഡന്റ് അരുൺ ജോസും നിർവഹിച്ചു. JCI പ്രസിഡന്റ് പിലക്സി K വർഗീസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അജ്മൽ ചക്കുങ്കൽ, സെക്രട്ടറി വില്യംസ് ജോയ്, ട്രസ്റ്റ് ഭാരവാഹികളായ ജോസ് KI, ഡോക്ടർ ജേക്കബ് എബ്രഹാം, ഡോക്ടർ ജെയിംസ് മണിത്തോട്ടം, അഡ്വക്കേറ്റ് ജോണി മെതിപ്പാറ, പഞ്ചായത്ത് മെമ്പർമാരായ ജിബി എബ്രഹാം, രതീഷ് ചങ്ങാലിമറ്റം എന്നിവർ പ്രസംഗിച്ചു. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയവരെ MLA ചടങ്ങിൽ മെമന്റോ നൽകി ആദരിച്ചു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.